Hi friends, welcome back to my channel Aysha's World. അപ്പോൾ ഓണമൊക്കെ വരുമല്ലേ, നമുക്കൊരു മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കാണ് പോവാം. നമുക്കൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് പയർ 4 hours സോക്ക് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. മത്തങ്ങ 300 ഗ്രാം, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, ഹാഫ് കപ്പ് വാട്ടർ, ഒരു ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തെടുത്തത്. നമുക്കിത് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് 2 വിസിൽ കഴിയുമ്പോൾ തുറക്കാം. ഇനി നമുക്ക് 1 കപ്പ് ചിരവിയെടുത്ത തേങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ചെറിയ ഉള്ളി ഒരു 4 എണ്ണം കട്ട് ചെയ്തെടുത്തത്, ഒരു ചെറിയൊരു ഗാർലിക്കിൻ്റെ ഒരു അല്ലി എടുത്ത് നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം, ആൻഡ് 1 ചില്ലി. ഇനി നമുക്കിത് ചതച്ചെടുക്കാം. ഇത് നമ്മൾ നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുക്കർ 2 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്കിത് കുക്കറിൽ നിന്ന് വേറൊരു പാനിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ചതച്ചെടുത്ത് കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് കോക്കനട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.
അപ്പോൾ നമ്മൾ കോക്കനട്ട് വേറെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത കോക്കനട്ട് ആഡ് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സ്മാൾ പീസ് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ആ വീഡിയോ എൻ്റെ അടുത്ത് മിസ് ആയിക്കണം, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇത് ഓപ്ഷനാണ്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ആഡ് ചെയ്തെടുക്കാം. ആ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മസ്റ്റേർഡ് 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഉഴുന്ന് 1 ടീസ്പൂൺ, ഡ്രൈ റെഡ് ചില്ലി 3 എണ്ണം ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് കറി ലീഫ്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മത്തങ്ങ എരിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടിപൊളി മത്തങ്ങ എരിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഓണമൊക്കെ വരുമല്ലോ, എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.